സേവാഭാരതി കള്ളാർ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം വിവിധ പരിപാടികളോടെ ആചരിച്ചു. കള്ളാർ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വച്ചാണ് യോഗാ ദിനാചരണം നടത്തിയത്. സേവാഭാരതി കള്ളാർ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം വിവിധ പരിപാടികളോടെയാണ് ആചരിച്ചത്. കള്ളാർ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗാ ദിനാചരണം രാജപുരം ഗവൺമെന്റ് ഹോമിയോ ഡോക്ടർ ധന്യ കേസ് ഉദ്ഘാടനം ചെയ്തു. ഈ ജൂൺ 21 എന്നുള്ള ഒരു ഡേറ്റ് പ്രപ്പോസ് ചെയ്തത്, ആ ഡേറ്റിന്റെ പ്രത്യേകത എന്താണ് അറിയോ ആർക്കെങ്കിലും? ഈ ജൂൺ 21 എന്ന് പറയുന്ന ദിവസം ദക്ഷിണായനത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ചില പ്രത്യേകതകളുണ്ട് ഈ ദിവസത്തിന്. അപ്പോൾ യോഗ ഡേ ആക്കാൻ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ദിവസം ഈ ഒരു ദിവസമാണെന്ന് മോദിജി പ്രപ്പോസ് ചെയ്യായിരുന്നു. അങ്ങനെ അത് യുണൈറ്റഡ് നേഷൻസ് അസംബ്ലി അത് അംഗീകരിച്ചു. അതിനുശേഷം 2015 നമ്മുടെ ആദ്യ യോഗ ഡേ ആയിട്ട് 2015 ജൂൺ 21 സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. നമ്മൾ ഏറ്റവും വലിയ ഒരു യോഗ ക്ലാസ്, ഒരു യോഗ ട്രെയിനിങ് എന്നുള്ള രീതിയിൽ ഇപ്പോഴും അംഗീകരിക്കപ്പെടുന്നത് ആ ദിവസമാണ്. അന്ന് ഒരുപാട് രാജ്യങ്ങൾ ഒരുമിച്ച് ഒരു ഓൺലൈൻ വേദി പോലെ ചെയ്ത് യോഗ ട്രെയിനിങ് നടത്തി. അതിനുശേഷം നമ്മളിപ്പോൾ എല്ലാ വർഷവും ജൂൺ 21 യോഗ ഡേ സെലിബ്രേറ്റ് ചെയ്യാണ്. സേവാഭാരതി വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ അടോട്ടുകയ യോഗ സന്ദേശം നൽകി. സേവാഭാരതി കള്ളാർ പ്രസിഡന്റ് സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കൃഷ്ണകുമാർ, എസ് ചന്ദ്രമൗലി എന്നിവർ സംസാരിച്ചു. സുഷ എം, ബാലചന്ദ്രൻ കൊട്ടോടി എന്നിവരായിരുന്നു യോഗ പരിശീലകർ. സുഗുകുളം സ്വാഗതവും ഇ ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കള്ളാർ.